ഡയറി നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല എഴുതുന്നത്. നമ്മൾ ഇതിന് മുന്നേ എക്സാമിന് കുറേ ഡയറി ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഓണം എക്സാമിന് നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഡയറിയുടെ 4-5 മാർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോകും. സോ അത് വരുത്തിക്കണ്ട. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതിൽ തന്നെ ഒരു ഡയറിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞുതരാം. ആ 4-5 മാർക്ക് നമുക്ക് പോവില്ല. സോ ഒരു മോഡൽ ക്വസ്റ്റ്യൻ SCERT തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലത്തെ ചോദ്യമായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഓൺ ദ ജർമ്മൻ ഓഫീസർ ഈസ് എ സൈലന്റ് റബൽ അഗൈൻസ്റ്റ് ദ ക്രൂവൽറ്റി സറൗണ്ടിങ് ഹിം ആൻഡ് ഹി ചൂസസ് കമ്പാഷൻ ഓവർ വയലൻസ്. നമ്മുടെ ജർമ്മൻ ഓഫീസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുള്ളിക്കാരൻ എന്താ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ പറയുന്നു. കുറച്ച് ദയയും അനുകമ്പയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. 12-ാം തീയതി ഡിസംബറിൽ എന്താ സംഭവിച്ചത്? ഹി വിസിറ്റ് സ്പിൽമൻ ഫോർ ദ ലാസ്റ്റ് ടൈം ആസ് ഹി ഹാഡ് ടു ലീവ് വാർസോ. വാർസോയിൽ നിന്ന് അവസാനമായിട്ട് പോകുന്ന ദിവസം സ്പിൽമനെ കാണാൻ പോകുന്നത് എന്നാ? 12-ാം തീയതി ഡിസംബറിന്. പ്രിപ്പയർ ദി ഓഫീസേഴ്സ് ഡയറി എൻട്രി ഓൺ ദാറ്റ് ഡേ ക്യാപ്ചറിങ് ഹിസ് തോട്ട്സ് അബൌട്ട് സ്പിൽമൻ, ഹിസ് ഫിയേഴ്സ് ആൻഡ് ഹിസ് ഹോപ്പ് ഫോർ ദ എൻഡ് ഓഫ് ദ വാർ. അതായത് നമ്മൾ ആ ഡയറിയിൽ കൊടുക്കേണ്ട എന്താണെന്നറിയോ? ഹിസ് തോട്ട്സ് അബൌട്ട് സ്പിൽമനെ കുറിച്ചിട്ടുള്ള പുള്ളിക്കാരൻ്റെ ചിന്തകളും ആവലാതികളും പേടികളും പുള്ളിക്കാരൻ്റെ പ്രതീക്ഷയും ഈ യുദ്ധം അവസാനിക്കുന്നുള്ള പ്രതീക്ഷയെ കുറിച്ചിട്ടൊക്കെ നമ്മളോടൊരു ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സുഖ. നമ്മൾ സാധാരണ ലെറ്റർ ഒക്കെ എഴുതുന്ന പോലെ അല്ലേ, ഒരു പെട്ടി ഇങ്ങോട്ട് ആദ്യം വരച്ചോളാം. പെട്ടിക്ക് മാർക്കില്ലെങ്കിലും അല്ലേ, പെട്ടി കാണുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ വായിക്കുന്നുള്ളവരുടെ ഉള്ളിൽ ഇംപ്രഷൻ ഉണ്ടാവും. ഓ, ഇവൻ എന്തൊക്കെയോ അറിയാന്നുള്ള ഒരു തോന്നലുണ്ടാവും. സോ ഡയറി എൻട്രിക്ക് ഇതൊന്നും എഴുതണ്ട, ഡയറി എൻട്രി ഒന്നും എഴുതണ്ട. പക്ഷെ എന്തായാലും നിങ്ങൾ എഴുതേണ്ടതില്ലേ, ഡേറ്റ് ആണ്. ഡേറ്റിൽ നിങ്ങൾ ഏത് മാസമാണെന്നുള്ളതും ഏത് ദിവസമാണെന്നുള്ളത് കൊടുക്കുക. വർഷവും കൊടുത്താൽ നന്നായിരിക്കും. കാരണം നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡയറിയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡേ ഏതാണെന്നുള്ളത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ദിവസം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ നിന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ 12-ാം തീയതി ഡിസംബർ എന്നുള്ളത് മത്തങ്ങ അക്ഷരത്തിൽ, വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്ക് പോകും. ഇനി നിങ്ങൾ ഡേ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലേ വീണ്ടും നിങ്ങളുടെ 1 മാർക്ക് പോകും. ഇനിയില്ലേ, നമ്മൾ ഡയറി എഴുതുന്ന സമയത്തല്ലേ നമ്മൾ ഒരു ചാപ്റ്ററിനെ വെറുതെ സമ്മറൈസ് ചെയ്യല്ല ചെയ്യുന്നത്. ആ ക്യാരക്ടറിന്റെ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ആ ക്യാരക്ടറിന്റെ തോട്ട്സ് എന്ത് തോട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട്. തോട്ട്സ് അബൌട്ട് സ്പിൽമനെ കുറിച്ച്, സ്പിൽമൻ എന്താവും, സ്പിൽമനെ അവിടെ സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. രണ്ടാമതില്ലേ, ക്യാരക്ടറിന്റെ ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. എന്തൊക്കെ ഇമോഷൻസ് ആണെന്നുള്ളതും ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഫിയർ, ഹോപ്പ്, ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. സോ എന്തൊക്കെയാണ് ക്യാരക്ടർ ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ക്യാരക്ടർ ഫീൽ ചെയ്യുന്നത്, ഇത് മാത്രമാണ് നമ്മൾ എന്തിൽ കൊടുക്കേണ്ടത്? നമ്മൾ ഡയറിയിൽ കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു നറേഷൻ പോലെ, ഇങ്ങനെ നടന്നു, അങ്ങനെ നടന്നു, അതിനുശേഷം ഇത് നടന്നു എന്ന് പറയുന്നത് നറേഷനാണ്. ഡയറിയിൽ നമ്മൾ ക്യാരക്ടറിന്റെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടല്ലേ തുടങ്ങുക? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഡയറി എഴുതേണ്ടത്. കാരണം ഡയറി എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലല്ലേ പറയേണ്ടത്. എനിക്കിങ്ങനെ നടന്നു, ഞാൻ അവിടെ പോയി, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു, അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. സോ ടുഡേ എന്ന് വെച്ച് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം നമുക്കൊരു ഒഴുക്ക് കിട്ടാൻ ഇന്ന് ഇങ്ങനെ നടന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഇൻ വാർസോ. വി ആർ ലീവിംഗ് ടുമോറോ വിത്ത് അവർ യൂണിറ്റ്. ഐ വെന്റ് ടു സീ ദ മാൻ ഇൻ ദി ആറ്റിക് വൺ ലാസ്റ്റ് ടൈം, സ്പിൽമൻ. ദാറ്റ് ഈസ് ഹിസ് നെയിം. ഹി ഫൈനലി ടോൾഡ് മീ. സോ ഇവിടെ ഒരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അവസാന ദിവസത്തിൽ, അതായത് 12-ാം തീയതി ഡിസംബറിൽ പോകാൻ നേരത്ത് സ്പിൽമൻ തൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കാര്യം അവിടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഹീസ് എ പിയാനിസ്റ്റ്, എ ക്വയറ്റ് മാൻ, എ ഗുഡ് മാൻ. ഹി നെവർ ഹാംഡ് എനിവൺ. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ ഹി പ്ലേഡ് ദ പിയാനോ ഫോർ മീ. അല്ലേ, അപ്പോൾ അവിടെ ഒരു മെമ്മറി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ. ഈവൻ വിത്ത് ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് വീക്ക് ഫിംഗേഴ്സ് ദ മ്യൂസിക് വാസ് വെരി ബ്യൂട്ടിഫുൾ. അത് പുള്ളിക്കാരൻ്റെ ചിന്തയാ, പുള്ളിക്കാരൻ്റെ തോന്നല. അതായത് ആ മ്യൂസിക് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നുള്ളത്. ഇറ്റ് മെയ്ഡ് മീ ഫീൽ, കണ്ടോ, feeling made me feel human again. I brought him some extra bread and jam today. Also gave him a warm blanket. It is very cold now. I wish എന്ന് പറയുന്നത് എന്താ? എൻ്റെ ആഗ്രഹമാണല്ലേ. അപ്പൊ ആഗ്രഹം ഒരു ചിന്തയല്ലേ. I wish I could do more for him. പുള്ളിക്കാരന് വേണ്ടിയിട്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. I am afraid എന്ന് പറയുന്നുണ്ടോ, പുള്ളിക്കാരൻ്റെ ഫീലിംഗ് അഗൈൻ അല്ലെ. പുള്ളിക്കാരൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ കുറിച്ചിട്ടാണ് പിന്നീട് അവിടെ പറയുന്നത് കേട്ടോ. യുദ്ധത്തിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ഹോപ്പ് എന്ന് പറയുന്നത് എന്താ? പ്രതീക്ഷയാണ്. അപ്പൊ ഹോപ്പിനെ കുറിച്ചിട്ടും പേടിയെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ്റെ ചിന്തകളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ്റെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു. സ്പിൽമനെ കുറിച്ചിട്ടും പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഡയറിയിൽ ക്യാരക്ടറിന്റെ തോട്ട്സ് ഉണ്ടോ, ഫീലിങ്സ് ഉണ്ടോ, ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ, ഡേ കൊടുത്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അല്ലേ ഡയറിയുടെ ഒരു പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പിന്നെ നിങ്ങൾ എന്ത് ഫില്ല് ചെയ്യുന്നുള്ളതാ. ഈ തോട്ട്സും ഫീലിങ്സും നിങ്ങൾ റൈറ്റ് ആയിട്ടാണോ കൊടുത്തത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി പകുതി നിങ്ങൾക്ക് കിട്ടുന്നു കേട്ടോ. സോ ആ 4-5 മാർക്ക് കളയരുത്.
ഇങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് തരണം. അതുപോലെ തന്നെ ഇത് പരമാവധി പേരിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ആഡ് ചെയ്തിടാം. നിങ്ങൾക്ക് താഴെ ലിങ്കിൽ നിങ്ങളൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓണം എക്സാമിന് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അത് നിങ്ങളൊന്ന് യൂസ്ഫുൾ ആക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ലൈവുകളിൽ കാണാം. നമുക്ക് ബാക്കി എല്ലാ ഡിസ്കസുകളും അവിടെ ഡിസ്കസ് ചെയ്യാം. ബൈ, ഐ വിൽ സീ യു. ബൈ.